ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഇടയ്ക്ക് ഒരു ഹാങ്ങിങ് റോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നഴ്സറി നടത്തുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരം ആ ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു 3.4 മീറ്റർ നീളമുള്ള ഒരു 4 റോപ്പ് എടുക്കുക. ഇപ്പം ഏറ്റവും കനം കുറഞ്ഞ റോപ്പ് നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഒന്നിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 3.40 മീറ്ററാണ്. അപ്പോൾ അങ്ങനത്തെ 4 റോപ്പ് എടുത്തിട്ട് അതിനെ കറക്റ്റ് സെൻറ്റർ ഭാഗം മടക്കി എടുത്തിട്ട് അതിനകത്തൂടെ നമ്മൾ റൗണ്ട് കൊളുത്തും കൂടെ കയറ്റി വിടുക. അപ്പോൾ ഈ റൗണ്ട് കൊളുത്തൊക്കെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, റോപ്പും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ റോപ്പ് നിസ്സാര പൈസയേ ഉള്ളൂ. ഒരു 10-80 റോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എങ്ങനെ പോയാലും ഒരു 10-20 കൂടുതൽ ഇത് ഹാങ്ങിങ് റോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 4 എടുത്തിട്ട് മറ്റൊരു ചെറിയൊരു തുണ്ട് റോപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ആയിട്ട് മടക്കി മുകളിലോട്ട് 2 തലയും വെച്ചിട്ട് അതിൻ്റെ ഒരു തല മുകളിൽ നിന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര നീളത്തിനാണോ ചുറ്റിയെടുക്കാം. എന്നിട്ട് ആ മടക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തൂടെ വെച്ചിട്ട് മുകളിലത്തെ അതിൻ്റെ ഒരു എൻഡ് മുകളിലോട്ട് ഇരിപ്പുണ്ട്, ഒരു എൻഡ് നമ്മൾ താഴോട്ടും റൗണ്ട് ചെയ്ത് വന്നു. അപ്പോൾ മുകളിലത്തെ എൻഡ് മുകൾ സൈഡിലോട്ട് അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വലിക്കപ്പോൾ ആ കെട്ട് അകത്തെ സൈഡിലോട്ട് അങ്ങ് കയറി പോകും. അപ്പോൾ കെട്ട് വെളിയിൽ കാണാൻ പറ്റത്തില്ല. എന്നിട്ട് ആ 2 എൻഡും കൂടെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി അടുത്ത് നമ്മൾ അതിൽ റോപ്പ് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അടുത്ത് ഉള്ള 2 റോപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു റോപ്പ് ഒന്ന് അകത്തോട്ട് മടക്കി റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ 2ാമത്തെ റോപ്പ് ആ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോളിനകത്തൂടെ കയറ്റിയിട്ട് അടിയിലത്തെ റോപ്പ് വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുക്കുന്ന റോപ്പ് നമ്മൾ ആ അകത്തോട്ട് കയറ്റുക. എന്നിട്ട് അതിൻ്റെ അടി സൈഡിലുള്ള റോപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് ഒന്നും കൂടെ കാണിച്ചിട്ട് അടുത്ത 2 റോപ്പ് എടുത്ത് അതിൽ ഒരു റോപ്പ് മടക്കി അകത്തോട്ട് വയ്ക്കുക. ചെറിയ റൗണ്ടിൽ മടക്കി അകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള റോപ്പ് ആ ഹോളിനകത്തൂടെ കയറ്റിയിട്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന റോപ്പ് വലിച്ചെടുക്കുക. വലിക്കുന്ന റോപ്പ് വേണം അടുത്ത് ആ റൗണ്ടിനകത്തോട്ട് കയറ്റാൻ. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ റോപ്പ് വീണ്ടും വലിക്കണം. അപ്പോൾ 2 റോപ്പ് മാറിയും തിരിഞ്ഞും അതിനകത്തോട്ട് കയറ്റുക, വലിച്ചെടുക്കുക, വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന റോപ്പായിരിക്കണം അടുത്ത് നമ്മൾ ആ ഹോളിനകത്തോട്ട് വീണ്ടും കയറ്റിയിട്ട് അതിൻ്റെ അടിയിലുള്ള റോപ്പ് വലിക്കുക. ആ വലിച്ച റോപ്പ് തന്നെ ആ ഹോളിനകത്തോട്ട് കയറ്റി അതിൻ്റെ അടിയിലുള്ളത് വീണ്ടും വലിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് ഇനി ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു റോപ്പ് മടക്കി അകത്തോട്ട് വയ്ക്കുക, അതിൻ്റെ അടിയിലുള്ള റോപ്പ് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ വലിച്ച് ടൈറ്റ് ചെയ്യുന്ന റോപ്പ് ആ ഹോളിനകത്തൂടെ കയറ്റിയെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം കടയിൽ ഒരു റോപ്പ് നമ്മൾ ഇതേ കണക്ക് റെഡിയാക്കി ഇട്ടേക്കുന്നതെല്ലാം കൂടെ 10-30 രൂപയാണ് വില. അപ്പോൾ അതിനെക്കാട്ടിയും 10-80 രൂപ കൊടുത്ത ഒരു വലിയ റോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു 10-20 എണ്ണം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ 4 എണ്ണവും ഞാൻ അതേ കണക്ക് തന്നെ കറക്റ്റ് കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഡിസൈനിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ വലിച്ച് ടൈറ്റ് ചെയ്യപ്പോഴും നല്ല ടൈറ്റ് ചെയ്ത് തന്നെ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേ അളവിൽ തന്നെ നല്ല കണ്ണികളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 12 ഇഞ്ചിന് അതെല്ലാം തുല്യ നീളത്തിന് നെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിൽ മുത്തുകൾ വാങ്ങിക്കാൻ കിട്ടും കടകളിൽ. അപ്പോൾ ആ വലിയ മുത്തുകൾ ഏത് ഡിസൈനിലുള്ളത് വേണോ വാങ്ങിക്കുക. നമുക്ക് ആ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചരടിനകത്തൂടെ കയറ്റിയിട്ട് മറ്റേ ഹോളിൽ കൂടെ കയറ്റി അതിനെ അവിടെ ഒരു കെട്ടിടുക. അങ്ങനെ 4 എണ്ണവും അതിൽ 4 എണ്ണത്തിലും കോർത്തെടുക്കുക. അപ്പോൾ മുത്തുകളെല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് കറക്റ്റ് തറയിലോട്ട് വയ്ക്കുക. തറയിലോട്ട് വയ്ക്കാൻ നേരത്ത് കറക്റ്റ് നോക്കിക്കൊണ്ട് നമ്മൾ മുകളിൽ നിന്നുള്ള എല്ലാം തുല്യ ഇതിൽ തന്നെ ഇടതിരിഞ്ഞ് കറക്റ്റ് വയ്ക്കരുത്. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട്
ആ സെൻറ്റർ ഭാഗത്തുള്ള ആ 2 റോപ്പിൻ്റെ 2 എൻഡുകൾ പിടിച്ച് ഏകദേശം ഒരു 5 ഇഞ്ചോ 4 ഇഞ്ചോ നീളത്തിന് കെട്ടിടുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഇപ്പുറത്തെ റോപ്പുകൾ 2 തമ്മിൽ പിടിച്ച് അവിടെയും അതേ അളവിൽ തന്നെ കെട്ടിടുക. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള അതും അതേ അളവിൽ തന്നെ കെട്ടിടുക. അടുത്തടുത്തുള്ള റോപ്പുകൾ തമ്മിൽ പിടിച്ച് ആദ്യം കെട്ടുകളിടുക. എന്നിട്ട് ബാക്കി 2 എൻഡിലും വരുന്ന 2 റോപ്പുകളും അതേ അളവിൽ തന്നെ നമുക്ക് എത്ര നീളം വേണോ ആ ഒരു നീളത്തിന് അവിടെയും കൂടി ഒരു കെട്ടിടുക. അപ്പോൾ കെട്ടിട്ടപ്പം 4 റോപ്പും ഏകദേശം ഒരു തുല്യ അളവിൽ തന്നെ കെട്ടിടുക. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ മൊത്തത്തിലുള്ള കെട്ടിടേണ്ടതെന്ന് പറഞ്ഞാൽ അത് എത്ര നീളത്തിന് വേണോ നമുക്ക് ഇറക്കി കെട്ടിടാം. ഏകദേശം ഒരു 5 ഇഞ്ച് നീളം മതിയാകും. കെട്ടിട്ട് അത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ അടിസൈഡിലുള്ളത് ഒരു തീ കൊണ്ട് എല്ലാം ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.